ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പയറിൻ്റെ കൃഷിയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് സാലഡ് കുക്കുംബർ ഇങ്ങനെ വളർന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ ആ നെറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ പടർന്ന് കയറിയിട്ട് നിറയെ കായകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണമാണ് പയർ നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും അത് മാറ്റാതെ നിർത്തിയിരുന്നത്. ആ പന്തലൊന്ന് ക്ലീൻ ചെയ്യാതെ നിർത്തിയിരുന്നു. അപ്പോൾ അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് റെഡിയാക്കാനായിട്ട് പോവാണ്. പയറിൻ്റെ വള്ളി ഇതിൻ്റെ ഉള്ളിൽ അതെല്ലാം നശിച്ചു കേട്ടോ. പയറിൻ്റെ വള്ളിയെല്ലാം പോയി. പക്ഷേ ഏതോ ഒരു മൂട് നിന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ രണ്ട് കാ പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, രണ്ട് പയർ ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട്. പക്ഷേ അതെല്ലാം ഞാൻ കളയാൻ പോവാണ് കേട്ടോ. ഇനി ഒന്നും നിർത്തുന്നില്ല. എന്നിട്ട് ഇവിടെ മുഴുവനായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്ത പയർ നടാൻ. പയറിൻ്റെ വിത്താണ് ഇരിക്കുന്നത്. ഇവിടെയൊക്കെ ഈ പയറിൻ്റെ ഉണക്കയാണ് കേട്ടോ, ഉണക്ക വള്ളികളാണ്. മറ്റേ എന്താണ് നമ്മുടെ സാലഡ് കുക്കുംബറിൻ്റെത് ഇച്ചിരി പച്ച വള്ളികളും കൂടെ ഉണ്ട്. അത് കായകൾ മോശമായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിർത്തിയിരിക്കാത്തത്. അതുപോലെ തന്നെ ഇത് എടുക്കുന്ന വള്ളികൾ മുഴുവൻ ഞാൻ ഇവിടെ തന്നെ ഈ മണ്ണിലേക്ക് തന്നെ ഇടുവാണ്. സാലഡ് കുക്കുംബർ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ പിടിക്കുന്നത്. ഇതുപോലെ ചെറിയതായിരിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇത് ഇങ്ങോട്ട് ഇത്രയൊക്കെ ആകുമ്പോഴേക്കും അത് പാകമായി വരുമ്പോഴേക്കും കേടായി പോകുന്നത്. അതാണ് ഞാൻ കളയുന്നത് ഇതെല്ലാം തന്നെ. ഇവിടെയൊക്കെ കട്ട് ചെയ്ത് കളയുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് കുറച്ച് ബന്ദിയുടെ തൈകളാണ് കേട്ടോ. ബന്ദി തൈ പക്ഷേ ഞാൻ കളയുന്നില്ല. അത് ഈ കീടങ്ങളൊക്കെ വരാതിരിക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അതിൻ്റെ ആ മണം അടിച്ചിട്ട് അത് വരത്തില്ല എന്നാണ് പറയുന്നത്. അത് കാരണം ബന്ദിയൊന്നും കളയുന്നില്ല, ബാക്കിയെല്ലാം ഒഴിവാക്കുവാണ്. ഇവിടെ ഈ ഇരിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ ഞാൻ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഈ ചെടിച്ചട്ടിക്കകത്തൊക്കെ ഹോളിട്ട് വെക്കും കേട്ടോ, വെള്ളം. അതിന് വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിരിക്കുന്നത്. ബാക്കി ഇവിടെ അന്ന് കൃഷി ചെയ്തത് ഇങ്ങനെ നമ്മൾ മണ്ണ് തീരെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളായിരുന്നു. ബാക്കിയെല്ലാം നമ്മുടെ ഗാർഡനിൽ വെട്ടിക്കളഞ്ഞ ഗ്രാസാണ് കേട്ടോ, അതാണ് ഇട്ടിരുന്നത്. അതെല്ലാം ഇപ്പോൾ പൊടിഞ്ഞ് നല്ല വളമായിട്ടുണ്ട്. അടുത്ത ഞാനിവിടെ ചെയ്യാൻ പോകുന്നതും പയർ തന്നെ നടാൻ പോവാണ് കേട്ടോ. പയർ ഇത്തവണ ഇതിനകത്ത് നട്ടപ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് എനിക്ക് തോന്നി. കാരണം ഹാർവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും അതുപോലെ പടർത്തുന്നതാണെങ്കിലും ഒക്കെ ഭയങ്കര സിമ്പിളായിട്ട് തോന്നി. നല്ല വൃത്തിക്ക് തന്നെ നിൽക്കും, നമുക്ക് കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ പന്തലിടുമ്പോൾ എപ്പോഴും താന്നൊക്കെ പോവില്ലേ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നല്ല വൃത്തിക്ക് പന്തലിട്ട് വെച്ചാലും കാറ്റും മഴയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ പന്തൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞിട്ടൊക്കെ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. പക്ഷേ ഇത്തവണ ഇത് ചെയ്തതിന് ശേഷം നല്ല വൃത്തിയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. പയർ നിൽക്കുന്ന കാണാനും നല്ല ഭംഗിയാണ്. ഇപ്പോഴും പയറിൻ്റെ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അതൊക്കെ എടുത്ത് കളയുക. ഇവിടെ എല്ലാം ഈ പച്ചയായിട്ടിരിക്കുന്നത് ഇച്ചിരി ചുറ്റിയിരിക്കുന്നതുകൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഉണങ്ങിയത് ഒരൊറ്റ പിടിക്കുമ്പോൾ തന്നെ അതെല്ലാം പോരുന്നുണ്ട്. ഇങ്ങനെ പച്ചയായിട്ടുള്ള വള്ളി ശരിക്കും ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതിനകത്തു നിന്ന് എടുക്കാനായിട്ട്. ഞാനതിപ്പോൾ കട്ട് ചെയ്ത് അവിടെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വലിച്ചെടുക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഏകദേശമൊക്കെ ഞാനിപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ ഞാൻ കളഞ്ഞു. ഇനി ഒന്നുകൂടി നന്നായിട്ടൊന്ന് നീറ്റാക്കി എടുക്കണം. ഇനിയിപ്പോൾ പടർന്നു തുടങ്ങുമ്പോൾ വളരെ എളുപ്പമാണ്. നമുക്ക് ഇതിലേക്ക് അങ്ങ് കയറ്റി ഇട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നും നോക്കണ്ട. അപ്പുറത്ത് നമ്മുടെ കോവല് നട്ടിരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഇതുപോലെ തന്നെ മെഷ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കോവലിപ്പോൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ 1-2 കായകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി. ഇനിയിപ്പോൾ കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വേഗം നല്ലോണം കായ ഉണ്ടാവും. ചെറുതായിട്ട് കായകൾ വന്നു തുടങ്ങി. അതാകുമ്പോൾ എളുപ്പമാണ്. കോവലും അതുപോലെ തന്നെ എളുപ്പമാണ്. മുന്നേ ഞാൻ കോവൽ നട്ടിരുന്നപ്പോൾ മതിലിൻ്റെ സൈഡിൽ കൂടി പടർന്നിട്ട് മേളിലേക്കൊക്കെ ആയി നമുക്ക് അതിൻ്റെ കാ ശരിക്കും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം മുകളിലേക്ക് പടരുമ്പോൾ നമുക്ക് എത്തുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇതിൻ്റെ മുകളിലേക്കുള്ളത് ഞാൻ ചൂല് കൊണ്ട് ഇങ്ങനെ അടിച്ചാൽ കളയുകയാണ് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയാവും. ഇലയൊക്കെ ഉണങ്ങിയിരിക്കുന്നതൊക്കെ പോവും. അപ്പോൾ ഇങ്ങനെ മുകളിൽ കൂടിയൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ കൂടെ തൂത്ത് കഴിഞ്ഞപ്പോൾ നല്ല നീറ്റായി കേട്ടോ. കുറച്ചുകൂടെ എളുപ്പത്തിൽ എല്ലാ പൊടികളും ഇങ്ങനെ പോകുന്നുണ്ട്. ചൂരിട്ടാക്കുന്നതാകും കുറച്ചുകൂടി എളുപ്പം കേട്ടോ. ഞാൻ കൈ വെച്ച് കുറച്ച് നേരം നോക്കിയപ്പോൾ നമ്മളിങ്ങനെ സമയം നഷ്ടം കേട്ടോ, കുറേ നേരം നിൽക്കേണ്ടി വരും. ഇതാകുമ്പോൾ വേഗം നീറ്റാവും. സൈഡെല്ലാം ഞാൻ
ചൂല് വെച്ച് തന്നെ ഒന്ന് തൂത്ത് കേട്ടോ. ഇനി അപ്പുറം സൈഡും തൂക്കണം, സെൻറ്ററൊക്കെ ഞാൻ തൂത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് മണ്ണിളക്കിയിട്ടൊന്ന് പയർ നടാനായിട്ട്. ഞാൻ കട്ട് ചെയ്തെടുത്ത വേസ്റ്റ് മുഴുവൻ നമ്മളിവിടെ ടയർ വെച്ചിട്ടുണ്ടായിരുന്നു. ആ 4 സൈഡിലായിട്ട് ടയർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പയർ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക്, ഓരോ ടയറിനുള്ളിലേക്ക് ഞാൻ ഈ വേസ്റ്റ് മൊത്തം ഇട്ടിട്ടുണ്ട്. അതൊരു 10 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും അതൊന്ന് ഉണങ്ങി, അല്ലെങ്കിൽ മഴ പെയ്യുവാണെങ്കിൽ അത് നേരെ താഴേക്ക് മണ്ണിലേക്ക് പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ ഉണങ്ങി പൊടിഞ്ഞ് വരും. ആ സമയത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പയർ നട്ടു കൊടുക്കാം. ഇപ്പം ഞാൻ അവിടെ പയർ നടുന്നില്ല, ഇവിടെ മാത്രമാണ് നടുന്നത്. ഇനിയിപ്പോൾ ഇതേ അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ നമ്മുടെ കിച്ചൺ കമ്പോസ്റ്റാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. കാരണം പയറിന് ഞാൻ ആദ്യം കിച്ചൺ കമ്പോസ്റ്റ് ഇടും, പിന്നീട് നമുക്ക് ചാണകം ഇങ്ങനെ കലക്കിയൊക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇപ്പോൾ ഉള്ളത് കിച്ചൺ കമ്പോസ്റ്റാണ്, വേസ്റ്റായിട്ട് കമ്പോസ്റ്റായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഇട്ടിട്ട് നടാൻ പോകുന്നത്. ഈ സംഭവം വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അതുപോലെ തിരിച്ചു വന്ന് ആക്കുമ്പോഴേക്കും മണ്ണിളകി കിട്ടും കേട്ടോ. അത്രയും മതി, കാരണം ഇത് നന്നായിട്ട് ഇളകി കിടക്കുന്ന മണ്ണാണ്. അപ്പുറത്ത് ചെയ്ത പോലെ തന്നെ ദേ ഇവിടെയും കൂടി ചെയ്യുവാണ് ഇങ്ങനെ. ഇനി ഇതിൻ്റെ മേളിലേക്കാണ് ഞാൻ കിച്ചൺ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഇപ്പോൾ അത്യാവശ്യം നല്ല വളങ്ങളുള്ളതാണ് കേട്ടോ. നമ്മൾ ശരിക്ക് വളം ചേർത്തതാണ് നമ്മൾ പയർ നേരത്തെ കൃഷി ചെയ്തിരുന്നപ്പോൾ. ഇത് നമ്മുടെ തന്നെ കിച്ചൺ കമ്പോസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഇവിടെ യൂസ് ചെയ്യുന്ന വേസ്റ്റ്, നമ്മുടെ കിച്ചണിലെ വേസ്റ്റൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ്. അപ്പോൾ അത് നന്നായിട്ട് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. നല്ല വളമാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇതിട്ട് കൊടുക്കുകയാണ്, എല്ലായിടത്തേക്കും ഇട്ട് കൊടുക്കും. നമ്മൾ കമ്പോസ്റ്റ് ഇട്ടതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് ഇളക്കി എല്ലായിടത്തേക്കും ആക്കി കൊടുക്കും. ഇപ്പോൾ ഞാൻ കമ്പോസ്റ്റൊക്കെ ഇട്ടിട്ട് ആ ബെഡൊന്ന് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പയർ നട്ടാൽ മാത്രം മതി. പയർ ഇപ്പോൾ പാകി നിർത്തി വേറെ മാറ്റി നടുന്ന ഇതൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ തന്നെയാണ് നടുന്നത്, ഇവിടെ നിന്ന് തന്നെയാണ് പടർന്ന് കയറുന്നതും. പിന്നെ അത് മാറ്റി നടുന്ന ഇതൊന്നുമില്ല കേട്ടോ. ഇതാണ് വിത്ത് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ കൃഷി ചെയ്ത സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു, ആയതുകൊണ്ട് തന്നെ നല്ല ഉഷാറുള്ള വിത്തുകളായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് മതി കേട്ടോ. ഇത് തന്നെ നന്നായിട്ട് പൊടിച്ച് വരും. നമ്മൾ നല്ല വളം കൊടുക്കുമ്പോഴേക്കും നന്നായിട്ട് ആയിക്കോളും. അപ്പോൾ ഇനി അത് നടാൻ പോവാണ്. ഇവിടെ ഞാൻ ഒരു കുഴിക്കുള്ളിലേക്ക് 2 നല്ല പയർ വെച്ചിട്ട് ഞാൻ നോക്കിയിട്ടാണ് നടുന്നത് കേട്ടോ. നല്ല വിത്ത് ഏതാണെന്ന് നോക്കിയിട്ട് ആണ് നടുന്നത്. അന്ന് ഒരുമിച്ചെടുത്ത് വെച്ചതാണ്. ഇച്ചിരി അകലമായിട്ടിട്ടാണ് നടുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആയി വരും, വേഗം തന്നെ കിളിച്ച് വരും അത്. അപ്പോൾ പയറിൻ്റെ വിത്തുകളെല്ലാം ഞാൻ നട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു, വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. കാരണം സന്ധ്യ ആയിട്ടുണ്ട്. ഇനി ഉള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.